നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 1-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ വിവിധ മേഖലകളിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഇനി മുതൽ എല്ലാ ഇടപാടുകൾക്കും 2 സ്റ്റെപ്പ് ഓതൻറ്റിക്കേഷൻ നിർബന്ധമാക്കും. ഇടപാട് നടത്തുന്ന ഉപകരണം അത് ഉപഭോക്താവിൻ്റെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് ഇത്. അതുപോലെ ബാങ്കിംഗ് മേഖലയിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. SBI ക്രെഡിറ്റ് കാർഡുകളിലൊക്കെ പോയിന്റ് റെഡീം ചെയ്യാനുള്ള കുറഞ്ഞ പരിധി 4000 ഉയർത്തിയിട്ടുണ്ട്. റൂപേ ഡെബിറ്റ് കാർഡ് ഉടമകൾക്ക് വിമാനത്താവളങ്ങളിലും റെയിൽവേ ലോഞ്ചുകളിലും ഒക്കെ തന്നെ ലഭിച്ചിരുന്ന സൗജന്യ പ്രവേശനം അത് ഇന്ന് മുതൽ നിർത്തലാക്കും. കൂടാതെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പ്ലാറ്റിനം, ഗോൾഡ് കാർഡുകളുടെ പ്രതിദിനം പണം പിൻവലിക്കൽ അതിൻ്റെ പരിധി യഥാക്രമം 50,000 രൂപയായിട്ടും 75,000 രൂപയായിട്ടും കുറച്ചിട്ടുണ്ട്. അതുപോലെ HDFC ATMകളിലൊക്കെ തന്നെ ഇനി മുതൽ UPI QR കോഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാർഡില്ലാതെ പണം പിൻവലിക്കാനാകും. അതുപോലെ തന്നെ യാത്രക്കാർക്കും നിക്ഷേപകർക്കും പുതിയ നിയമങ്ങളും ബാധകമാകുന്നതാണ്. അതുപോലെ ഫാസ്ടാഗ് വാർഷിക പാസ് നിരക്ക് 3000 രൂപയിൽ നിന്ന് 3075 രൂപയായിട്ട് ഉയരും. ഓഹരി വിപണിയിലൊക്കെ തന്നെ ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന നേട്ടത്തിന് ഇനി മൂലധന നേട്ട നികുതി നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഓഹരി കൈമാറ്റ നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാൻ കാർഡിന് അപേക്ഷിക്കാൻ ഇനി മുതൽ ആധാർ മാത്രം മതിയാകില്ല. ജനനത്തീയതി തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ നിർബന്ധമാകും. അതുപോലെ തന്നെ ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കുമ്പോഴുള്ള റീഫണ്ട് നിയമങ്ങളിലുമൊക്കെ തന്നെ മാറ്റങ്ങളുണ്ട്. 72 മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ മുഴുവൻ തുകയും ലഭിക്കുമെങ്കിലും നിശ്ചിത സമയപരിധിക്ക് താഴെയാകുമ്പോൾ 25% മുതൽ മുഴുവൻ തുകയും വരെ നഷ്ടമാകുന്ന രീതിയിലാണ് പുതിയ ക്രമീകരണം വരുന്നത്. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് മറ്റൊന്ന്. അതായത് പുതിയ സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. പ്രധാനമായിട്ടും നികുതി സംബന്ധമായിട്ടുള്ള ഫോമുകളിലാണ് മാറ്റം വരുന്നത്. തൊഴിലുടമ നൽകുന്ന ഫോം 16 പകരമായിട്ട് ഇനി ഫോം 130ഉം ഫോം 16A പകരമായിട്ട് ഫോം 131 ആയിരിക്കും വരും ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരിക. സാധാരണക്കാർക്കും നിക്ഷേപകർക്കും ഒരുപോലെ ബാധകമാകുന്ന ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി സാമ്പത്തിക ഇടപാടുകളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് ഏറെ ഗുണകരമാകും. അതിന് മുൻപായി തന്നെ ഒരു കാര്യം പറയട്ടെ. വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വൂൾഫ് എന്ന മികച്ച ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. സെബി രജിസ്റ്റർ ചെയ്ത ഈ ആപ്പ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ പിൻ ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്തു. ഇവിടെ ഫോളോ ട്രെൻഡ് എന്നൊരു പ്രത്യേക ഫീച്ചറുണ്ട്. ഇത് മാർക്കറ്റിലെ ലാഭകരമായ ട്രെൻഡുകൾ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരുന്നു. ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോളോ ട്രെൻഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. സോ അത്രയേ ഉള്ളൂ. എൻ്റെ ട്രേഡിംഗ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ചെറിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ട്രേഡിംഗ് തുടങ്ങാൻ സാധിക്കും. മറ്റ് ആപ്പുകളിൽ സാധാരണയായിട്ട് ഇതിൻ്റെ 3 ഇരട്ടി പണം ആവശ്യമായി വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻബിൽറ്റ് സ്റ്റോപ്പ് ലോസ് ഫീച്ചറും ഇതിലുണ്ട്. നിങ്ങളുടെ ട്രേഡ് അത് ഒരു നിശ്ചിത നഷ്ടത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് സ്റ്റോപ്പ് ആകും. അതിനാൽ തന്നെ ഒരു പരിധിയിൽ കൂടുതൽ പണം നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഇവിടുത്തെ ബ്രോക്കറേജ് നിരക്കുകളും ഈ മേഖലയിലെ തന്നെ ഏറ്റവും കുറഞ്ഞതാണ്. നോക്കൂ, എൻ്റെ ട്രേഡ് പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം മുന്നോട്ട് പോവുകയായിരുന്നു. ഞാനിപ്പോൾ സ്റ്റോപ്പ് ട്രേഡ് ക്ലിക്ക് ചെയ്തു. ഇതാ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് 1306 രൂപ ലാഭം ലഭിച്ചിരിക്കുന്നു. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാകും. ഇവിടെ നിങ്ങൾക്ക് കമ്മോഡിറ്റി ട്രേഡിംഗും ചെയ്യാവുന്നതാണ്. സ്വർണം, വെള്ളി, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് എന്നിവയെല്ലാം തന്നെ രാവിലെ 9 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം. കൂടാതെ മാർക്കറ്റ് വൂൾഫ് സൗജന്യമായി ട്രേഡ് റെക്കമെൻഡേഷനുകൾ നൽകുന്നുണ്ട്. ഇതിലൂടെ കേവലം ഒരു ദിവസം കൊണ്ട് 11,850 രൂപയും ഒരു മാസത്തിനുള്ളിൽ 70,468 രൂപയും ഒരു വർഷം കൊണ്ട് 5,03,940 രൂപയും ലാഭമായിട്ട് നേടാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. ഈ ലാഭത്തിന് മാർക്കറ്റ് വൂൾഫ് യാതൊരുവിധ കമ്മീഷനും ഈടാക്കുന്നില്ല. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡുകൾ മാർക്കറ്റ് വൂൾഫ് ആപ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതിനായിട്ട് വോട്ടർമാർക്ക് പണമോ പാരിതോഷികങ്ങളോ
മദ്യമോ മറ്റ് സാധന സാമഗ്രികളോ ഒക്കെ തന്നെ വിതരണം ചെയ്യുന്നത് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണെന്ന് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചിരിക്കുകയാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തടയുന്നതിനായിട്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലുടനീളം ഫ്ലൈയിങ് സ്ക്വാഡുകളെയും അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളെയും ഒക്കെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അനധികൃതമായിട്ട് പണമോ മറ്റ് സാമഗ്രികളോ ഒക്കെ തന്നെ കടത്തുന്നത് തടയാനായിട്ട് നടത്തുന്ന വാഹന പരിശോധനയോടെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടതാണ്. കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ 50,000 രൂപയിൽ കൂടുതൽ കൈവശം വെച്ച് യാത്ര ചെയ്യരുതെന്നും ആവശ്യമായ രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണമെന്നും നോഡൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ലളിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതിനാൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള 1950 നിങ്ങളുടെ STD കോഡ് ചേർത്തുകൊണ്ട് വിളിച്ചാൽ വോട്ടർ ID കാർഡ് നമ്പർ നൽകി വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ വോട്ടർ ID കാർഡ് നമ്പർ ഉപയോഗിച്ച് SMS വഴിയും വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാകുന്നതാണ്. ഇതിനായിട്ട് ECI എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം വോട്ടർ ID കാർഡിലെ അക്കങ്ങൾ ചേർത്ത് 1950 എന്ന നമ്പറിലേക്ക് സന്ദേശം അയച്ചാൽ മാത്രം മതിയാകും. ഇതിന് പുറമെയായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള voters.eci.gov.in അത് സന്ദർശിച്ച് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വോട്ടർ ID നമ്പറും സംസ്ഥാനവും നൽകിയാൽ പട്ടികയിലെ മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരുടെ ശ്രദ്ധയ്ക്ക് 20, 21, 22 ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടങ്ങിയ കർഷകർക്കായിട്ട് ആനുകൂല്യം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും ഇലക്ട്രോണിക് KYC അതായത് KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ ആനുകൂല്യം മുടങ്ങിയവർ PFMS അതായത് പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം പോർട്ടൽ വഴി തങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ നൽകി നിലവിലെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. ഏത് ഗഡു വരെയാണ് ലഭിച്ചതെന്നും ബാക്കിയുള്ളവയുടെ ക്രമീകരണങ്ങൾ അവസ്ഥ ഏത് ഘട്ടത്തിലാണെന്നും ഒക്കെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണം ഇപ്പോൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയും തുക ലഭിക്കാത്തവർക്ക് ഇന്ന് അത് അക്കൗണ്ടിലേക്ക് പണം എത്തി തുടങ്ങുന്നതായിരിക്കും. കൂടാതെ കേന്ദ്ര വിഹിതം കുറവുണ്ടായിരുന്ന അതായത് 200, 300, 500 രൂപ വീതം പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് ഈ തുക മുഴുവനായിട്ടും ലഭിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വരും ദിവസങ്ങളിൽ ബാക്കി തുക കൂടി തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏകദേശം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കൈകളിൽ വാങ്ങുന്നവർക്കുള്ള പെൻഷൻ്റെ വിതരണമാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഈ വരുന്ന 5-ാം തീയതി മുതൽ സജീവമാകുന്നതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സർവീസ് സഹകരണ സംഘങ്ങൾ വഴി ലഭ്യമായിട്ടുള്ള ഫണ്ടുകളൊക്കെ തന്നെ ഉപയോഗിച്ച് നാളെ മുതൽ തന്നെ അതിൻ്റെ വിതരണ നടപടികളൊക്കെ തന്നെ ഒരുപക്ഷെ ആരംഭിച്ചേക്കാം. എങ്കിലും ഭൂരിഭാഗം സ്ഥലങ്ങളിലും 5-ാം തീയതിക്കും 9-ാം തീയതിക്കും ഇടയിൽ ഈ പെൻഷൻ തുക അത് എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുന്നതാണ്. കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ യഥാക്രമം 400 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചാൽ ഉടൻ തന്നെ അത് കേന്ദ്രമാണ് വിതരണം ചെയ്യുന്നത്. പിന്നീട് ഈ കണക്കുകളൊക്കെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നും ഈ തുക തിരികെ വാങ്ങുന്നതാണ് പതിവ്. ഈസ്റ്റർ, വിഷു ആഘോഷങ്ങളൊക്കെ തന്നെ പ്രമാണിച്ചുകൊണ്ട് ഏപ്രിൽ മാസത്തെ പെൻഷൻ കൂടി മുൻകൂറായിട്ട് അനുവദിച്ചാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഏപ്രിൽ മാസം അവസാന വാരം പ്രത്യേകമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ റേഷൻ ഉപഭോക്താക്കൾക്കായിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ സുപ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏപ്രിൽ, മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം മുൻകൂട്ടി ഒരുമിച്ച് വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് 31 അവസാനിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 1, 2, 3 തീയതികളിൽ പ്രധാനമായിട്ടും പൊതു അവധി, പെസഹ വ്യാഴം, ദുഃഖവെള്ളി എന്നിവയൊക്കെ പ്രമാണിച്ചുകൊണ്ട് റേഷൻ കടകൾക്ക് അവധിയാണ്. തുടർന്ന് ഏപ്രിൽ 4-ാം തീയതി ശനിയാഴ്ച മുതൽ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ വിഹിതം അത് ഒരുമിച്ച് വാങ്ങാവുന്നതാണ്. സ്റ്റോക്കിൻ്റെയൊക്കെ തന്നെ ലഭ്യത അനുസരിച്ച് ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ വിഹിതം അത് മെയ് 30 വരെയും ഒക്കെ തന്നെ ഉപഭോക്താക്കൾക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കും. കൂടാതെ ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയുള്ള ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ വിഹിതവും ഈ കാലയളവിൽ നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ്. വിവിധ കാർഡുകൾക്കുള്ള വിഹിതം അത് കൃത്യമായി പരിശോധിച്ചാൽ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ AY കാർഡുകൾക്ക് 2 മാസത്തേക്കുമായിട്ട് ആകെ 60 കിലോ അരിയും അതുപോലെ തന്നെ 4 കിലോ ഗോതമ്പും 7 രൂപ നിരക്കിൽ 6 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. പിങ്ക് കാർഡുകൾക്ക് ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും വീതമാണ് 2 മാസത്തേക്ക് ആകെ ലഭിക്കുക.
4 അതിൽ കുറവോ അംഗങ്ങളുള്ള കാർഡുകൾക്ക് ഗോതമ്പിന് പകരമായിട്ട് 8 പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ്. ഇനി നീല കാർഡ് ഉടമകളാണെങ്കിൽ അവർക്ക് 4 രൂപ നിരക്കിൽ അംഗം ഒന്നിന് ആകെ 4 കിലോ അരിയും ഇതിന് പുറമെ 10 രൂപ 90 പൈസ നിരക്കിൽ 5 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. വെള്ള കാർഡുകൾക്കാണെങ്കിൽ 10 കിലോ അരിയും, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകളാണെങ്കിൽ അവർക്ക് 4 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡ് ഉടമകൾക്ക് താലൂക്കുകളിലെ ലഭ്യത അനുസരിച്ച് 17 രൂപ നിരക്കിൽ ആട്ടയും ലഭ്യമാകുന്നുണ്ട്. മണ്ണെണ്ണ വിഹിതമായിട്ട് മഞ്ഞ കാർഡിന് 1 ലിറ്ററും മറ്റ് കാർഡുകൾക്ക് 1/2 ലിറ്ററും ലഭിക്കുമ്പോൾ വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയമായിട്ടുള്ള നിരക്കുകൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ചൊവ്വാഴ്ച മാർച്ച് 31-ാം തീയതി പവന് 1,09,000-ന് മുകളിൽ തുടരുകയാണ്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,685 രൂപയും പവന് 1,09,480 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് വൂൾഫ് എന്ന മികച്ച ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സെബി രജിസ്റ്റർ ചെയ്ത ഈ ആപ്പ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇതിനോടകം തന്നെ 2 മില്യണിലധികം ഡൗൺലോഡുകൾ മാർക്കറ്റ് വൂൾഫ് ആപ്പിനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വൂൾഫ് ആപ്പ് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.